Hello, welcome back to our YouTube channel Stories of and you're watching Stories of. അപ്പോൾ ഇന്ന് ഞങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് എൻ്റെ കുറച്ച് ജ്വല്ലറി കളക്ഷൻസ് ആണ്. ലൈക്ക് ഹെയർ ബാൻഡ് കളക്ഷൻസ്, ഇയറിംഗ് കളക്ഷൻ, അങ്ങനെയൊക്കെ. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ പെട്ടികളൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്ന എൻ്റെ ഒരു മാലയാണ്. ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് വൺ. ആൻഡ് ഇതിന് ബട്ടർഫ്ലൈ പെൻഡൻ്റാണ് വന്നിട്ടുള്ളത്. ഇതിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കല്ലാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ അത് വാങ്ങിയിട്ടുള്ളത് ഐശ്വര്യ ലേഡീസ് സെൻറ്ററിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇത് വാങ്ങിയിട്ടുള്ളത് ജസ്റ്റ് 200 റുപ്പീസിനാണ്. അപ്പോൾ അതിനിത് കുറച്ച് വർത്തായിട്ട് എനിക്ക് തോന്നി. ഞാൻ അത് വാങ്ങിയിട്ടുള്ളത് നവംബർ ഡിസംബർ ആ ഒരു മന്തിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ തവണ ഇട്ടിട്ടും കളറൊന്നും അങ്ങനെ പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ദിസ് ഈസ് മൈ ഫേവറേറ്റ് വൺ. സോ ഇതെൻ്റെ ഫേവറേറ്റ് വൺ ആയതുകൊണ്ട് തന്നെ എനിക്കിതിൽ ഫസ്റ്റ് തന്നെ മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആദ്യമേ തന്നെ എനിക്കൊരു മാല കാണിച്ചത്. ഇനി എങ്ങനെ ഞാനെല്ലാം കാണിക്കാൻ മറന്നു പോയാലോ. അടുത്തത് വീണ്ടും എൻ്റെ ഒരു മാലയാണ് കേട്ടോ. അപ്പോൾ ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. സംഭവത്തിനകത്ത് ഒരു കുഞ്ഞു സിമ്പിളായിട്ടുള്ള ചെയിനിൽ ഒരു വലിയ ബീഡ് നന്നായിട്ട് എന്നെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൽ എന്നെ കൂടുതൽ കുറച്ച് അട്രാക്ഷൻ കൊടുത്തത്. ആൻഡ് എനിക്ക് പൊതുവേ പേൾ ജ്വല്ലറീസൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. ആൻഡ് ഞാൻ ഒരു സെപ്പറേറ്റ് കുഞ്ഞു പേൾ ഇയറിങ് മേടിച്ചിട്ട് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ട് നടക്കാറുണ്ട്. പേൾ ജ്വല്ലറീസ് എന്ന് വയ്ക്കുമ്പോൾ ഒരു എലഗൻറ്റ് ലുക്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഏതൊരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെ മാച്ചായിട്ട് പോകുന്നൊരു സംഭവമാണ് പേൾ വൈറ്റ് ജ്വല്ലറീസ്, കളേഴ്സ്, അങ്ങനെയൊക്കെ. എൻ്റെ സ്കൂളിൽ ബ്ലാക്ക് സ്റ്റഡിന് എന്താ നല്ല പ്രസക്തിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ അക്കാദമിക് ഇയറിൽ ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു അക്കാദമിക് ഇയറിൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ് ഈ ഒരു ബ്ലാക്ക് മുത്തിൻ്റെ കുഞ്ഞ് സ്റ്റഡ്. ഇതെല്ലാം ലോക്കൽ സ്റ്റോഴ്സിൽ അവൈലബിൾ ആണ്. ഞാൻ ഇത് വാങ്ങിയത് ഐശ്വര്യയിൽ നിന്നാണ്. 20 രൂപയാണ് ആയിട്ടുള്ളത്. അടുത്തത് ഈ ഒരു ഇയറിങ്സ് ആണ്. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ കൊടൈക്കനാലിൽ നിന്ന് ജസ്റ്റ് ഒരു 50 രൂപയ്ക്ക് വാങ്ങിയ സാധനമാണ് കേട്ടോ. നിങ്ങളതിൻ്റെ പ്രൈസ് നേരത്തെ ഗസ് ചെയ്തില്ലെന്നൊന്നും അറിഞ്ഞൂടാ. പിന്നെ ആ വൈറ്റ് കളറിൽ കാണുന്ന ആ ഒരു വെള്ളാരങ്കല്ല് പോലത്തെ ആ ഒരു മുത്ത് ഇളക്കി പോകുന്ന ചെറുതായിട്ടൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് ഞാനങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ല. അടുത്തത് ഈ ഒരു ഹാങ്ങിങ് ഇയറിങ്സ് ആണ്. ഇത് വേളാങ്കണ്ണിയിൽ നിന്ന് ബീച്ചിൻ്റെ അവിടെ വിൽക്കുന്ന സ്ഥലങ്ങളില്ലേ കടകൾ, അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് 50 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു ഹാങ്ങിങ് ഇയറിങ്സ് വാങ്ങിയിട്ടുള്ളത്. ഇത് പൊതുവെ എല്ലാ ഔട്ട്ഫിറ്റിൻ്റെയും കൂടെ മാച്ചായിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്തത് ഈ ഒരു കൊറിയൻ ക്ലിപ്പാണ്. ഇതൊരു കാലത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പരവത്ത് വലിയ പള്ളിയിലത്തെ വലിയ പെരുന്നാളിന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഒരു 50 രൂപയാണ്. കടയിൽ 50 രൂപയൊന്നും വരത്തില്ല. പൊതുവെ പെരുന്നാളിന് നല്ല പ്രൈസാണ് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങൾക്കും. അങ്ങനെയാണ് 50 രൂപ ആയത്. കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഒരു 40-30 അവിടെ വരെ ആയിട്ടോ പോകത്തുള്ളൂ. അടുത്തത് ഇത് മെയിനായിട്ടും സെക്കൻഡ് സ്റ്റഡുകാർക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും. ഇത് ആക്ച്വലി ഒരു സെക്കൻഡ് സ്റ്റഡാണ്. ഇത് ഞാനും എൻ്റെ സിബ്ലിങ്ങും യൂസ് ആക്കുന്നുണ്ട്. ഇതിൻ്റെ എക്സാക്റ്റ് പ്രൈസ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഞാനിത് ഐശ്വര്യയിൽ നിന്നാണ് വാങ്ങിച്ചത്. അടുത്തത് നമ്മുടെ മണിച്ചിത്ര താഴിലെ ആ ഒരു ആഭരണപ്പെട്ടി പോലെ തോന്നിപ്പിക്കുന്ന ഒരു ആഭരണപ്പെട്ടിയാണ്. ഇതെൻ്റെ വീട്ടിലെ എല്ലാവർക്കും വേണ്ടി തുറന്ന് വെച്ചിരിക്കുന്ന ഒരു ആഭരണപ്പെട്ടിയാണ് കേട്ടോ. അതായത് ഇതിനകത്ത് എൻ്റെന്നോ നിൻ്റെന്നോ അങ്ങനെയൊന്നുമില്ല. ഞാനും മോമും സിബ്ലിങ്ങും എല്ലാം തന്നെ ഇതിനകത്തുള്ള സാധനങ്ങൾ എല്ലാവരും യൂസ്ഫുള്ളാക്കും കേട്ടോ. മറ്റേതൊക്കെ അവരുടെ സാധനങ്ങൾ അവരവർ തന്നെ യൂസാക്കും. ഇത് നോക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ട്. അതായത് ഇതിനകത്ത് എൻ്റെന്നോ നിൻ്റെന്നോ അങ്ങനെയൊന്നും തന്നെ. ഈ കമ്മൽ നോക്കുമ്പോൾ ഞാനൊന്നും യൂസ് ചെയ്തിട്ടില്ല. ചേച്ചിയാണ് ആകപ്പാടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് അവളുടെ പൊങ്കൽ സെലിബ്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഒരു കമ്മലാണ്. അപ്പോൾ ഇതിന് മെയിനായിട്ടും പച്ചമുത്തും പിന്നെ ആ ഒരു കമ്മലിൻ്റെ ഗോൾഡ് കളറും കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ നമ്മൾ ഒരു കടയിൽ കയറുവാണെങ്കിൽ പല ഇയറിങ്സിലും ഗോൾഡ് കളർ ഉണ്ടെങ്കിൽ അതിൽ ഷെയ്ഡിന് വ്യത്യാസമില്ലേ. അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളർ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടിട്ടും പച്ചമുത്ത് കണ്ടിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് ഞാൻ ഐശ്വര്യയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിനൊരു 130-150 സംതിങ് ഒക്കെ വന്നിട്ടുണ്ട്. അടുത്തത് ഈ ഒരു പരിപ്പ് വട പോലെ ഇരിക്കുന്ന ഈ ഒരു കമ്മലാണ്. ജ്യോതിശാസ്ത്രം അനുസരിച്ച് കൃത്യമായി പറഞ്ഞാൽ 2024 ഓഗസ്റ്റ് ഓണം സെലിബ്രേഷൻ ആ ഒരു ടൈമിലൊക്കെ ഈ ഒരു കമ്മൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഈ മോഡലിൽ മാത്രമല്ല ഇതിൻ്റെ പല മോഡലിലും അവൈലബിൾ ആണ്. സോ ആ ഒരു ടൈമിൽ മേടിച്ചുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ പ്രൈസ് ഒന്നും അറിഞ്ഞൂടാ ഗൈസ്. ഞാനിപ്പോൾ പറഞ്ഞ വായിൽ നാവെടുത്തിട്ടതേ ഉള്ളൂ. ഇതിൻ്റെ വേറൊരു മോഡലും കൂടെ ഉണ്ടെന്ന് കാണിച്ചു തരാം. അതാണ് ഈ മോഡൽ. ഇത് കൃത്യമായി പറഞ്ഞ ഒരു സിൽവർ ആ ഒരു രീതിയിലൊക്കെ കല്ലൊക്കെ വെച്ചിട്ട് ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റോസ് ഗോൾഡ് പിന്നെ സിൽവർ അങ്ങനത്തെ കുറേ കളറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഇങ്ങനത്തെ കുറേ കമ്മൽ. ഇതൊക്കെ അന്ന് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇങ്ങനെ ഓണ സെലിബ്രേഷനൊക്കെ കുറേ കുട്ടികൾ ഞങ്ങളുടെ സ്കൂളിൽ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അടുത്തത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ട്രെൻഡിങ് കമ്മലൊക്കെ, ഈ ഒരു പരിപ്പ് വട കമ്മൽ അതൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞാണ് ട്രെൻഡാണെന്ന്. എന്നിട്ടും അത് എടുക്കാതെ
അല്ലാതെ ആ ഒരു ടൈമിൽ ട്രെൻഡിലല്ലാത്ത കമ്മൽ എൻ്റെ ചേച്ചി എടുത്തതാണ് കേട്ടോ ഇതിനൊരു 120 130 സംതിങ് എന്തുണ്ട്. അവൾ പറയുന്നത് ഇതിലാ മറ്റേ റോസ് ഗോൾഡ് ബീഡ്സ് അത് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എടുത്തതാണ് എന്നാണ്. അടുത്തത് ഇത് എറണാകുളത്ത് നിന്ന് ബ്രോഡ്വേ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തൊരു കമ്മലാണ്. ഇതിനും ഒരു 50 രൂപയ്ക്കാണ് വന്നിട്ടുള്ളത്. അടുത്തത് ഈ ഒരു കമ്മൽ എപ്പോഴോ ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ എപ്പോഴോ ട്രെൻഡിങ് ആയിരുന്ന സമയത്ത് മേടിച്ചതാണ്. ഇതെനിക്ക് തോന്നുന്നു ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്തോ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് അന്ന് ട്രെൻഡിങ് ആയിരുന്നു, പക്ഷേ ഇന്നൊന്നും ട്രെൻഡിങ് അല്ല. അന്ന് മേടിച്ചുകൊണ്ട് എനിക്ക് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഒന്നും തന്നെ അറിഞ്ഞൂടാ. എങ്ങനെ വന്നാൽ അതിലെന്തോ ഒരു കല്ലെന്തോ ആണ് പോയിട്ടുള്ളത്. ഇത് ഞാൻ 4ൽ പഠിക്കുമ്പോൾ എന്തോ വാങ്ങിച്ച ഒരു 2 പെയർ കമ്മലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എപ്പോഴും കമ്മലെടുത്താൽ പച്ച കളറ് കമ്മലെടുക്കുന്നത് നിർബന്ധം. അതെന്നാന്ന് അറിഞ്ഞൂടാ, എന്താന്ന് അങ്ങനെയെന്ന് അറിഞ്ഞൂടാ. കമ്മലിൽ പച്ച കളർ വരുമ്പോഴൊക്കെ എന്തോ പ്രത്യേക ഒരു രസമാണ്. അടുത്തത് ഈ ഒരു മാലയാണ്. ഇതെന്തിനോ വേണ്ടി വാങ്ങി, ആർക്കോ വേണ്ടി വാങ്ങി. എനിക്കാണോ ആർക്കാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇതാരും ഇവിടെ ഇട്ടിട്ട് എന്തായാലും കണ്ടിട്ടില്ല. ഇത് കോതമംഗലം പള്ളിപ്പെരുന്നാളിന് വാങ്ങിയതാണ്. ഇതിൻ്റെ പ്രൈസൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇത് എൻ്റെ ഫ്രണ്ട് മൈസൂർ ടൂറ് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതല്ല. മൈസൂർ ടൂറ് പോയിട്ട് വന്നിട്ട് അവൾക്ക് അവിടെ നിന്ന് മേടിക്കാൻ വേണ്ടിയൊന്നും ടൈം കിട്ടിയില്ല. അപ്പം നാട്ടിൽ വന്നിട്ട് ഏതോ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതൊരു ചെയിനാണ്, ബ്രേസ്ലെറ്റാണ്. 60 രൂപയാണ് ഇതിന് വന്നിട്ടുള്ളത്. ഇനി ഇത് എൻ്റെ വേറൊരു ഫ്രണ്ട് മൈസൂർ പോയപ്പോൾ എന്തോ ഊട്ടി കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഊട്ടിയിൽ നിന്നാണോ എവിടെ നിന്നാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പ്രൈസ് അറിഞ്ഞൂടാ. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് കമ്മലിട്ടിട്ട് പോയിട്ടില്ല കേട്ടോ. എവിടെയോ എന്തിനോ വേണ്ടി ഇടാൻ തോന്നുന്നു, പക്ഷേ ഇടാൻ തോന്നുന്നില്ല. എല്ലാവരും ഇതിങ്ങനെ കണ്ടിട്ട് എൻ്റെ പേരൻസ് ആയാലും സിബ്ലിംഗ് ആയാലൊക്കെ ചോദിച്ചത് പാമ്പാണോ നുറുക്കാണോ, ഇതേപോലെയുള്ള ഫണ്ണി കോംപ്ലിമെൻറ്റ്സ് ആയിരുന്നു എന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ മുമ്പ് ഒരു ഹാങ്ങിങ് ഇയറിങ്സ് കാണിച്ചില്ലേ, വേളാങ്കണ്ണിയിൽ നിന്ന് മേടിച്ചാന്ന് പറഞ്ഞിട്ട്. ആ ചേട്ടൻ്റെ പുള്ളിയുടെ നിന്ന് തന്നെ ഒരു 50 രൂപയ്ക്ക് എടുത്ത കമ്മലാണ്. ആ പുള്ളിക്കാരൻ്റെ എല്ലാ കമ്മൽസും ഇതേപോലെ 50 രൂപയുടെ ആയിരുന്നു കേട്ടോ. അടുത്തത് ഇതെൻ്റെ വേറൊരു ഫ്രണ്ട് ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് മേടിച്ചതാണ്. ഇത് 5 10 20 എന്തോ ആണ്, 5ആണോ 10ആണെന്നാണ് ഇങ്ങനെ തോന്നുന്നത്. പിന്നെ ഇത് മണപ്പാട്ടെന്ന് പറയുന്ന ഒരു കടയിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ പ്രൈസൊന്നും എനിക്ക് ഓർമ്മ പോലും ഇല്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേറൊരു കമ്മലും കൂടെ കാണിക്കുന്നുണ്ട്, അതിൻ്റെയും പ്രൈസൊന്നും എനിക്ക് ഓർമ്മ പോലും ഇല്ല. ഇതൊക്കെയാണ് എൻ്റെ ഹാങ്ങിങ് ഇയറിംഗ് കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് നോക്കുമ്പോൾ കുറച്ച് ബ്രേസ്ലെറ്റ് ഒക്കെയാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ കൃപാസനം എന്ന് പറയുന്നൊരു പള്ളിയുണ്ട് ആലപ്പുഴയിൽ, നിങ്ങൾക്ക് അറിയാമായിരിക്കും, കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് മേടിച്ചതാണ്. ഇത് പുറത്തൊന്നും പോകുമ്പോൾ യൂസ് ചെയ്യാറില്ല, പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാറാണ് പതിവ്. പിന്നെ ഇത് ഞാൻ 6ൽ പഠിക്കുമ്പോൾ മേടിച്ചതാണ്. അപ്പോൾ ഇതിനൊരു 120 എന്തോ സംതിങ് ആണ് രൂപ. അപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പോൾ ലെയറിങ് മാല എന്ന് വയ്ക്കുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ച കണക്കിന് ആ 200 രൂപയുടെ ഒക്കെ മാലയില്ലേ, അങ്ങനെ ചെയിനിൽ സിമ്പിളായിട്ടുള്ള പെൻഡൻ്റൊക്കെ വന്നിട്ടാണ്. അന്നത്തെ ലെയറിങ് മാല എന്ന് വയ്ക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒരു ചരടിൽ മുത്തൊക്കെ കോർത്തിട്ടൊക്കെ ആയിരുന്നു അന്നത്തെ ലെയറിങ് മാല ട്രെൻഡിങ് ഇരുന്നത്. പിന്നെ ഇത് നോക്കുമ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ട് മൈസൂർ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. ഇത് റോസ് ഗോൾഡിൻ്റെ ഒരു ഗ്രീൻ ബട്ടർഫ്ലൈ പെൻഡൻറ്റിൽ വന്നിട്ടുള്ള മാലയാണ്. ഞാനിവിടെ റോസ് ഗോൾഡിൻ്റെ സിൽവറിൻ്റെയും ഗോൾഡിൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ബ്ലാക്ക് പെൻഡൻറ്റ്, സിൽവർ പെൻഡൻറ്റ് ഇതൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഗ്രീൻ നോക്കുമ്പോൾ കുറച്ച് റെയറായിട്ട് എനിക്ക് തോന്നിയോണ്ട് ഞാനത് യൂസ് ചെയ്തില്ല, സൂക്ഷിച്ച് വയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ ഇത് കോതമംഗലം പള്ളിപ്പെരുന്നാളിന് വാങ്ങിയതാണ്. ഇതിന് 60 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. പെരുന്നാളിന് വാങ്ങുന്നതിനെല്ലാം തന്നെ നല്ല പ്രൈസാണ്. അത് കടയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷേ അതിനേക്കാളും കുറവായിരിക്കും. പെരുന്നാളിന് വാങ്ങുന്നതിന് എല്ലാത്തിനും നല്ല പ്രൈസ് കൂടുതലാണ് കേട്ടോ. പിന്നെ ഇതെന്ന് നോക്കുമ്പോൾ എന്തോ ഒരു കുഞ്ഞു ക്ലിപ്പാണ്. ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളറും കൂടെ ഉണ്ടായിരുന്നു. ഇതും കോതമംഗലം പള്ളിപ്പെരുന്നാളിന് വാങ്ങിച്ചതാണ്. ഇതിനെന്തോ 20 40 സംതിങ് ആയിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. അടുത്തത് ഇതേപോലത്തെ 2 ക്ലോ ക്ലിപ്പാണ് കേട്ടോ. എൻ്റെ കയ്യിൽ മുടിയൊന്നുമില്ല, പക്ഷേ മുടി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തത് ഇതായിരുന്നു. ഇപ്പോൾ ഞാൻ ഷോർട്ട് ഹെയർ ആണ്. ലോങ് ഹെയർ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഇതൊക്കെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഷോർട്ട് ഹെയർ ഇനി വളർന്നിട്ട് ലോങ് ഹെയർ ആവുമല്ലോ, അപ്പോൾ പിന്നെ കളയേണ്ട, അന്നേരം യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇനി എൻ്റെ ഹെയർ ബാൻഡ് കളക്ഷനാണ്. ഒന്നുമില്ല, 2 എണ്ണേ ഉള്ളൂ. എൻ്റെ കയ്യിൽ കുറേ ഉണ്ടായിരുന്നു. അതിങ്ങനെ തത്തമ്മയുടെ പൂച്ചയുടെ അതൊക്കെയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു കാര്യം ഇങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ കൊണ്ടുവരും, പുത്തൻ പോലെ ഇരിക്കും. അപ്പോൾ ഞാനിങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഒരു 8ഒക്കെ എത്തിയപ്പോൾ അതൊക്കെ ഉപേക്ഷിക്കാൻ തുടങ്ങി. ഉപേക്ഷിച്ച് നോക്കുമ്പോൾ കസിന് കൊടുക്കുന്നു, അങ്ങനെയൊക്കെയായി. സിബ്ലിങ് എന്നെക്കാളും മൂത്താണല്ലോ, അവളും യൂസ് ചെയ്യത്തില്ല, ഞാനും യൂസ് ചെയ്യത്തില്ല. ഈ 8ൽ 9ലൊക്കെ പഠിക്കുമ്പോൾ പാവക്കുട്ടിയുടെയും തത്തമ്മയുടെ ഹെയർ ബാൻഡ് വെച്ച് കിടക്കാൻ പാടില്ലല്ലോ, നടക്കാൻ പാടില്ലല്ലോ, നാണക്കേടല്ലേ. അപ്പോൾ അങ്ങനെ അത് കൊടുത്തിട്ട് ഇങ്ങനത്തെ കുറച്ച് സിമ്പിളായിട്ടുള്ളത്, എത്ര പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹെഡ് ബാൻഡ് എൻ്റെ കയ്യിൽ വെച്ചു. അങ്ങനെ ബാക്കി വന്നതാണ് ഈ ഒരു 2. അപ്പോൾ ഇത് ചേച്ചി കൊടൈക്കനാൽ പോയപ്പോഴാണ് ഈ ബോയുടെ 10 രൂപയ്ക്ക് മേടിച്ചത്. ഇവിടെ വരുമ്പോൾ ഒരു 50ഒക്കെ ആവും കേട്ടോ. പിന്നെ ഈ പേൾസിൻ്റെ വന്നിട്ടുള്ളത് വേളാങ്കണ്ണി ബീച്ചിൽ പോയപ്പോൾ അവിടെ നിന്ന് 10 രൂപയ്ക്ക് മേടിച്ചതാണ്. ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ 25 രൂപയായിരുന്നു. പള്ളിപ്പെരുന്നാളിന് ചോദിച്ചപ്പോൾ 35 രൂപയും. എന്ത് കഥയാണല്ലേ. അടുത്തത് ഇങ്ങനെ തലേ കുത്തണയും വെക്കുന്നതൊക്കെ ഐറ്റംസാണ്.
അപ്പോൾ ഇതെന്ന് വയ്ക്കുമ്പോൾ ഞാൻ സ്റ്റഡ് ഇങ്ങനെ വേർതിരിച്ച് വെക്കുന്നതാണ്. സ്റ്റഡ് വേർതിരിച്ച് വെക്കണമല്ലോ, കാരണം എൻ്റെ സ്കൂളിൽ സ്റ്റഡാണ് അലോ ചെയ്തിട്ടുള്ളത്. മെയിനായിട്ടും ബ്ലാക്ക് സ്റ്റഡിനാണ് കൂടുതൽ പ്രസക്തി. അപ്പോൾ ഇതെല്ലാം തന്നെ സ്റ്റഡാണ്. ഇത് 10, 20 ആ ഒരു രൂപയ്ക്കെല്ലാം തന്നെയാണ് എല്ലാം വാങ്ങിയിട്ടുള്ളത്. ഇതിങ്ങനെ ബുഷിൽ ഇങ്ങനെ തുണി കെട്ടിയിട്ടുള്ളത്, ഈ സ്ക്രഞ്ചീസ് ബുഷസിൻ്റെ കൂടെ ഇങ്ങനെ തുണി കെട്ടിയിട്ട് അങ്ങനെയായിരുന്നു. ഇതൊക്കെ ഒടുക്കത്തെ ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പോൾ അങ്ങനെ കെട്ടിയിട്ടൊന്നും കാണാറ് പോലും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് ലോങ് ഹെയർ ഉള്ളപ്പോൾ ഞാൻ കെട്ടിക്കൊണ്ട് നടന്നതാണ്. ഇനിയിപ്പോൾ ലോങ് ഹെയർ ഉണ്ടാവില്ല എങ്ങനെ വന്നാലും. ഷോർട്ട് ഹെയർ ടു ലോങ് ഹെയർ എങ്ങനെ വന്നാലും അവതരിക്കത്തില്ല. അപ്പോൾ കെട്ടാലെന്ന് വിചാരിച്ചിട്ടിരിക്കുക കേട്ടോ. പിന്നെ ഇത് നോക്കുമ്പോൾ ഓറഞ്ച് കളറിലുള്ള സ്ക്രഞ്ചീസാണ്. അപ്പോൾ ഇത് ഞാൻ വേളാങ്കണ്ണിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്, 10 രൂപ. ഇതിൻ്റെ ഒരു ബ്ലാക്ക് സ്ക്രഞ്ചീസ് ഞാൻ കേരളത്തിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഐശ്വര്യ ലേഡീസ് സെൻറ്ററിൽ നിന്ന്. അവിടെ എന്തോ 20 രൂപയായി. പക്ഷേ ആ ബ്ലാക്ക് സ്ക്രഞ്ചീസ് ഇപ്പോൾ കാണാനില്ല ഗൈസ്, എന്ത് ചെയ്യാനാണ്. ഇനി അടുത്തത് വന്നിട്ടുള്ളത് ഇതേപോലെ കുറച്ച് ഹെഡ് ബാൻഡ്സ് ആണ്. ഇത് ഇങ്ങനെ മെറൂൺ ഉണ്ട്, ബർജണ്ടി ഉണ്ട്, വൈറ്റ് ഉണ്ട്, ക്രീം ഉണ്ട്. പക്ഷേ ഇതൊന്നും അലോ ചെയ്യത്തില്ല. ബ്ലാക്കാണ് മെയിനായിട്ട് അലോ ചെയ്യുന്നത്. പിന്നെ ട്രാൻസ്പെറൻ്റ് ഒക്കെ കുഴപ്പമില്ല. ട്രാൻസ്പെറൻ്റ് എങ്ങനെ എൻ്റെ കയ്യിലുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതേപോലെ വന്നിട്ടുള്ള കുറച്ച് ക്ലിപ്പൊക്കെ ഉണ്ട്. ഇത് നിങ്ങൾ ഈ ക്യാമറയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ നല്ല പേസ്റ്റൽ കളറാണ് കേട്ടോ. ഇത് കുറച്ചും കൂടെ എന്തോ നിയോൺ വൈബ്രൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട്, പക്ഷേ നേരിട്ട് കാണുമ്പോൾ ശരിക്കും പേസ്റ്റലാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇങ്ങനെ കുറേ പേരുടെ കയ്യിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് പലർക്കും ഇഷ്ടമല്ലാത്ത ടൈപ്പ് ഓഫ് ബുഷസ് ആണ്, ഇങ്ങനെ സ്പെയറിലായിട്ടുള്ളത്. പക്ഷേ എനിക്ക് സ്ട്രൈറ്റ് ഹെയർ ആണുള്ളത്, അതുകൊണ്ട് എനിക്ക് വലിയ സീനും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാനത് കെട്ടാറുണ്ട്. ഇതിൻ്റെ ട്രാൻസ്പെറൻറ്റ് ഞാൻ കെട്ടിക്കൊണ്ട് പോകാറുണ്ട്. അപ്പോൾ ആരും ഒന്നും പറയാറില്ല. അതുകൊണ്ട് ട്രാൻസ്പെറൻറ്റ് അലൗഡാണ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ ഇതേപോലത്തെ കുറച്ച് ക്ലിപ്സ് ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ബാൻഡൊക്കെ കുറേ ഉണ്ട്. ബ്ലാക്ക് കളറിലുള്ള ബാൻഡ് ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഇതൊരു ബ്ലാക്ക് കളർ ബാൻഡിൽ എന്താ ഇങ്ങനെ പേൾ ബീഡ്സ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനത് ഹാഫ് പോണിറ്റെയിൽ കെട്ടുമ്പോൾ കെട്ടാറുള്ളതാണ്. എനിക്കിപ്പോൾ മീൻസ് ഒരു ടോം ബോയ് കട്ടാണ് എൻ്റേത്. അപ്പോൾ എനിക്ക് കൂടുതലും ഹാഫ് പോണിറ്റെയിൽ കെട്ടിയാൽ മതി. അടുത്തത് ഇതേപോലത്തെ 4 ഹെഡ് ബാൻഡ്സ് ഉണ്ട്. ഇത് സ്കൂളിൽ വെച്ചുകൊണ്ട് പോകാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ടോം ബോയ് കട്ടാണല്ലോ, ഫ്രണ്ടിലേക്ക് മുടിയൊന്നും ചാടാൻ പാടില്ല. പിന്നെ സ്ട്രാൻഡ്സ് അങ്ങനത്തെ ഒന്നും പാടില്ല. അപ്പോൾ അങ്ങനെ ഫ്രണ്ടിലേക്ക് മുടി ചാടാതിരിക്കാൻ എനിക്ക് ബാങ്ക്സ് അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒതുക്കി നിർത്താനാണ് ഇങ്ങനത്തെ 4 ഹെഡ് ബാൻഡ്സ്. ഇതിനെ ആക്ച്വലി ഡൈനിങ് ടേബിളിലേക്ക് എടുത്തിടുമ്പോൾ ഇങ്ങനെ ഹെയർ ബാൻഡ് ആകുമ്പോൾ ഇങ്ങനെ കളകളാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമ്പികൾ ഇങ്ങനെ ഉരസമാണല്ലോ. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു കൺസ്ട്രക്ഷൻ വർക്ക് ആ ഒരു സ്ഥലത്ത് പോയൊരു ഫീലായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ജ്വല്ലറി കളക്ഷൻസ്. തീർന്നിട്ടില്ല, ഇനിയുണ്ട്, സോറി. ബൈ ദ വേ, അപ്പോൾ ഇത് നോക്കുമ്പോൾ തലയിൽ വെക്കുന്നതും കുത്തുന്നതും ക്ലിപ്പാണ്. ഇതൊക്കെ ജസ്റ്റ് 20 രൂപയ്ക്കൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ബോ ആയാലും ബട്ടർഫ്ലൈ ആയാലും ഒക്കെ അങ്ങനെയാണ്. പിന്നെ ഈ അലിഗേറ്റർ ക്ലിപ്പ്, ഇത് ഞാൻ എന്തെങ്കിലും ഹെയർ മാസ്ക് ഒക്കെ തലയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഫ്രണ്ടിലേക്ക് മുടി ചാടിയാൽ ഇങ്ങനെ മുഖത്തേക്ക് പറ്റുമല്ലോ, അപ്പോൾ അങ്ങനെ ചാടാതിരിക്കാൻ വേണ്ടി കിട്ടുന്ന ഒരു ക്ലിപ്പാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ആ ഒരു കളക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. എനിക്ക് നല്ല സപ്പോർട്ടാണ്. ഞാനൊരു അപ്കമിങ് യൂട്യൂബറാണ് ഗൈസ്, പ്ലീസ് സപ്പോർട്ട് മീ. അപ്പോൾ ഇനി ഇതേപോലത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസായിട്ട് വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മീൻസ് റിക്വസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. സോ ബൈ ബൈ ഗൈസ്.